ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലെ ഒരു ഫാം ഹൗസിലേക്കാണ്. നിങ്ങൾ ചിലരെങ്കിലും സൗദി അറേബ്യയിലെ ഫാം ഹൗസ് കണ്ടിട്ടുണ്ടാകും. ഞാൻ കണ്ടിട്ടില്ല. കാണാത്തവരൊക്കെ എൻ്റെ കൂടെ പോരെ, നമുക്ക് കാണാൻ പോവാം. ഞങ്ങൾ രാവിലെ ഒരു 9:30 ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 10-10:30 അവിടെ ചെല്ലുന്ന രീതിയിലാണ് ഇറങ്ങിയത്. ദമാമിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവാണ് ഉള്ളത്. നമ്മൾ ഫാം ഹൗസ് എത്താറാകുമ്പോൾ തന്നെ അവിടുന്ന് ടോട്ടൽ ഏരിയ മുഴുവനേ മാറും. മരങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു ചേഞ്ചാണ്. സോ നമ്മളിപ്പോൾ ഫാം ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഒരു ഫാം ഹൗസ് ടൂർ ആയാലോ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാം ഹൗസ് ടൂറൊക്കെ ചെയ്യുന്നത്. സോ അതിനകത്ത് കുറേ കുറവുകളൊക്കെ കാണും, എനിക്കറിയാം. അടുത്ത വീഡിയോയിലെല്ലാം കറക്റ്റ് ആകുന്നതാണ്. ഇതാണ് നമ്മുടെ ഫാം ഹൗസിൻ്റെ എൻട്രൻസ്. സോ ഇതാണ് നമ്മുടെ ഫാം ഹൗസിൻ്റെ എൻട്രൻസ്. നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഒരു മിറർ സ്പേസാണ്. പിന്നെയാണ് നമ്മുടെ മെയിൻ ഏരിയ. നമ്മൾ ഫാം ഹൗസിൽ പോകാനുള്ള മെയിൻ റീസണും ഈ ഏരിയ ആണ്. ഒരു പൂൾ ഏരിയ ആണ്, ഇൻഡോർ പൂൾ ഏരിയ ആണ്. ഇവിടെ കുട്ടികൾക്കുള്ള സെപ്പറേറ്റ് പൂളുണ്ട്, വലിയവർക്കുള്ളതുകൊണ്ട്. ഇത് ഇവിടുന്ന് പുറത്തേക്കാണെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള എക്സിറ്റ് പോവാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഫാം ഹൗസ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ ഈ പൂൾ ഏരിയ ആണ്. ഇവിടെ ഇപ്പോൾ സൗദി അറേബ്യയിൽ നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ ചൂട്. സോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഈ പൂൾ ഏരിയയോട് ചേർന്നൊരു വലിയൊരു ഹാൾ സ്പേസ് ആണുള്ളത്. ഈ ഹാൾ സ്പേസിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഡോറാണുള്ളത്. ഓപ്പൺ ചെയ്താൽ നമ്മൾ കയറി വന്നില്ലേ, ആ ഫ്രണ്ടിലേക്കാണുള്ള ഡോറാണുള്ളത്. അവിടുന്ന് ഈ പൂൾ ഏരിയയിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വാഷ്റൂം ഏരിയ ഉണ്ട്. അവിടുന്ന് നേരെ കിച്ചണിലേക്ക് ചെല്ലും. ഇതാണ് നമ്മുടെ കിച്ചൺ. ഈ കിച്ചണിൽ നിന്ന് ഒരു ആ പൂൾ ഏരിയയോട് ചേർന്നൊരു ഹോൾ സ്പേസ് ഇല്ല, അതുപോലൊരു ഹോൾ സ്പേസ് തന്നെയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇനി നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളിൽ കണ്ടാലോ? ഇപ്പോൾ നിങ്ങൾ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ചിക്കൻ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റപ്പ് ആക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാൻ എൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് ഡാൻസൊക്കെ ആയല്ലേ.
അങ്ങനെ കളിയും കുളിയും ഗ്രില്ലിങ്ങും ഫുഡടിയും ഒക്കെ ആയിട്ട് ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോയി. നമ്മൾ ആക്ച്വലി അന്ന് രാത്രി തന്നെ തിരിച്ചു പോരാനാണ് ഇരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പിറ്റേ ദിവസം 5:30 ആയപ്പോഴാണ് നമ്മളവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ ജീന സൈനിങ് ഓഫ് ഫ്രം GMG Tales. ബൈ. നോക്കി കിസ്